ഇതെന്താ ചിക്കൻ ആണോ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? സോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്ത് ഫുഡാ വേണ്ടത്? ഇവിടെ ഇപ്പൊ ഉള്ളത് ഇങ്ങനത്തെ സ്റ്റാർബക്സ്, അത് ഇത്, സബ്വേ, ഉലുവച്ചാറോ? അവിടെ ചോറായിരിക്കും, ഇത് ചോറും ചാറും അല്ല. അവിടെ ഈ ഹൈദരാബാദി ബിരിയാണി കിട്ടും, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതാണ് വേണ്ടത്. സബ്വേ 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 ഉണ്ടേ? അതെന്താ? എപ്പൊ അമ്മക്ക് സബ്വേ ചോദിച്ചാലും അമ്മക്കൊരു മടി. സബ്വേ ഒന്ന് ട്രൈ. അല്ല, ഞാൻ വിചാരിച്ചു എനിക്ക് ബിരിയാണി വേണ്ടായിരുന്നു. നല്ലായിരിക്കും. ബ്രെഡിന്റെ ഉള്ളില് കുറച്ച് വെജിറ്റബിൾസും ചിക്കനും വെക്കുന്നു, സോസ് ഒഴിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലെ പിന്നെ അമ്മയ്ക്ക് ബിരിയാണി അവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ ഇവിടെ കൊല്ലേക്ക് അങ്ങനെയല്ല, കൊള്ളില്ലെങ്കിൽ വീട്. അയ്യോ, പിന്നെ കൊള്ളില്ലെങ്കിൽ അപ്പൊ തന്നെ സബ്വേയുടെ ഓപ്പോസിറ്റ് ആണ് ഉലുവച്ചാർ സബ്വേ. രണ്ടും അടുത്തടുത്താ. വേഗം നമ്മൾ ഇങ്ങോട്ട് വരുന്നു, ബിരിയാണി കഴിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാ വാ. സബ്വേ ആൻഡ് ഉലുവച്ചാറ് രണ്ടും സെയിം സെയിം ആണ്. എന്നാ കേറിക്കോ, അകത്ത് കേറിക്കോ. അറ്റത്ത് പോയിരുന്നു കേട്ടോ. റെഡി? പോട്ടെ. Yeah. Can I get some mince meat? Anything else, ma'am? No. 919, ma'am. What a day. അതിന്റെ ഇടയിൽ വീഡിയോ എടുത്തുണ്ട്. ഇതില് ഇതെന്താ ചിക്കൻ ആണോ? ഇത് ലാമ്പ്, ഇതെനിക്ക്, ഇത് ചിക്കൻ. ഞാൻ എനിക്ക് ലാമ്പാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ. കടിക്കൂ. ഇത് കഴിച്ചോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാണോ? സോസ് അല്ല, സോസ് ഞാൻ ഇട്ടേക്കുന്നൊക്കെ നല്ലതാണോ? അതെ അതെ. ഞാൻ ലാമ്പ. ഇത് തന്തൂരി ചിക്കൻ. അതാ നല്ലത്. അപ്പൊ ആളുകൾ എന്തുണ്ടോ? എന്ത് എന്ത് നല്ലോണം വന്നിട്ടുണ്ടാവും? തന്തൂരി ആകുമ്പോഴേ എത്രയൊക്കെയാണ് നമ്മുടെ ചോറിന്റെ. അപ്പൊ ആദ്യമായിട്ട് സബ്വേ ആണ് അമ്മ ഇന്ന് കഴിക്കണം. എത്രയും നാളെ നിർബന്ധിച്ചിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞൊരു നഷ്ടബോധമുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ചോറും സാമ്പാറും അവിയലും, നമ്മുടെ ചോറും മാമ്പഴപ്പുളിശ്ശേരി, അത് കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പം അതെ, ഇങ്ങനെയൊക്കെ വരുമ്പോ തിന്ന് നോക്കാൻ മാത്രം. ഇനി സബ്വേ തിന്നാൻ വാക്ക് തരികയാണെങ്കിലാണ് എന്റെ കൂടെ ഓസ്ട്രേലിയ കൊണ്ടുപോകും. സബ്വേ കഴിക്കോ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം? എനിക്ക് എന്ത് വെച്ചാലും കുഴപ്പമില്ല. സാമ്പാറും ചോറും മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അതാണെന്ന് പറഞ്ഞ ചോറും മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ അലിയും മോരുകറി. അതന്നെ, ഒന്നും ഓസ്ട്രേലിയ കിട്ടില്ലല്ലോ. ഇല്ല. അപ്പം സബ്വേ കഴിക്കാൻ റെഡിയാണെങ്കിൽ അവിടെ കൊണ്ടുപോകാം. ബ്ലാക്ക് മെയിലിംഗ് സക്സസ്ഫുൾ.
കാരണം ഇത്രയും നാളും പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും ഞാൻ സബ്വേ കഴിക്കാൻ വരുമ്പോൾ അമ്മ പറയും വേണ്ട അത് പാടാണ്, വാ പൊളിക്കാൻ പാടാണ്, അങ്ങനെ 100 കൂട്ടം കംപ്ലൈന്റ് ആണ് അമ്മയ്ക്ക്. ഇത് പാചകമില്ല അവിടെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബ്വേ. നീ പണ്ടും മേടിക്കാറുണ്ടല്ലോ. അത് മാത്രല്ല നമ്മുടെ ഡയറ്റിനൊക്കെ പറ്റിയതുമാണ്. ഭയങ്കര ഓവർ ഡയറ്റിന് തെറ്റിക്കുന്ന ഒരു സാധനം അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ലോ അമ്മ കറക്റ്റായിട്ട് കഴിക്കണ്ടല്ലോ. ഞാൻ വെച്ചു അറിയാണ്ട് ഇനി എല്ലാം പുറത്തിടും, കടിക്കുമ്പോ എല്ലാം വെളിയിൽ വരും വെജിറ്റബിൾസ് ഒക്കെ. അല്ല, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ പിടിച്ചു കടിച്ച്. അതെങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ. ആകാശാണ് എല്ലാം കൂടി പുറത്തിട്ട് തിന്നെ. അതൊക്കെ അറിയാം, കഴിക്കാനൊക്കെ അറിയാം. അപ്പൊ കുഴപ്പമില്ല. നാണം കണ്ടില്ല. നാണം കണ്ടില്ലാണ്. നാണം കണ്ടില്ല. പപ്സ് അല്ല ബർഗർ തിന്നുമ്പോ നാണം കെടും. ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പറിച്ചു പറിച്ച് ഓരോന്ന് എടുത്ത് തിന്നു വേണ്ടി നാണാവും. അത് നാണാവും. ഇതിപ്പോ ഓസ്ട്രേലിയ കൊണ്ടായാലും നാണം കെടില്ല. അത് നന്നായി. യെസ്. അത് ഞാന് ഇതിട്ടിട്ട ബാർബിക്യൂ സോസ് ഒക്കെ നന്നായിട്ട് ഒഴിച്ചു. പിന്നെ മിന്റ് മയണൈസ് അത് ഒഴിച്ചു. സ്വീറ്റ് ഓണിയൻ, സൗത്ത് വെസ്റ്റ് അങ്ങനത്തെ സോസൊക്കെയാണ് ഒഴിച്ചത്. കുറെ പേർക്ക് ഈ സോസ് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ അറിയാം. അപ്പൊ ഈ സബ്വേ ടേസ്റ്റ് ഇനിയും ഭയങ്കര അടിപൊളിയാവും. പക്ഷെ എനിക്കതറിയില്ല, പഠിക്കണം. ഏതൊക്കെ സോസുകൾ മിക്സ് ചെയ്താലാണ് വേറെ വേറെ ടേസ്റ്റ്. അത് പഠിച്ചാൽ ഇനിയും സബ്വേ വേറെ ലെവലാവും. പിന്നെ അമ്മ പറയുമോ എനിക്ക് എന്തും സബ്വേ മതി. പക്ഷെ അത് മിക്സ് ചെയ്യാൻ അറിയില്ലല്ലോ. അതെങ്ങനെ പഠിക്കും? കേൾക്കണം. യെസ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു വ്ളോഗാണ്. പെട്ടെന്ന് ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോൾ ഇങ്ങനൊരു കാര്യം ഓർമ്മ വന്നു. അപ്പം അമ്മ ആദ്യമായിട്ടാണല്ലോ സബ്വേ കഴിക്കാൻ തീരുമാനിച്ചത്, എന്നാൽ പിന്നെ അത് ഒരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എയർപോർട്ടിലുള്ള ആളെന്ത് ചോദിച്ചു അമ്മയുടെ കൂടെ വ്ളോഗില്ലെന്ന്. വ്ളോഗ് എന്താ എടുക്കാത്ത? അമ്മയ്ക്ക് സങ്കടമായി അത് കേട്ടപ്പോ. അമ്മയുടെ കൂടെയുള്ള വ്ളോഗ് ഇപ്പൊ കുറവാണല്ലോ അത്. അപ്പൊ അമ്മ പറഞ്ഞു എന്ത് ചെയ്യാനാ, കല്യാണം കഴിച്ചില്ലേ, ഇപ്പൊ അവൾ അവിടെയല്ലേ, അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സങ്കടം അങ്ങ് തീർക്കാതെ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയപ്പോ ഈ വ്ളോഗ് എടുത്തത്. പിന്നെ വേറെ സമയമുണ്ട് ഞങ്ങൾക്ക്, ഇനി 1.5 മണിക്കൂർ സമയമുണ്ട്. അങ്ങനെ അപ്പൊ സബ്വേ വ്ളോഗിൽ ഞങ്ങൾ വിട പറയുന്നു. ബൈ. ബൈ.